ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ ലോക്സഭയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, ചൈനയുമായുള്ള സംഘർഷം ഉൾപ്പെടെ വിവാദ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചേക്കും. അതേസമയം തന്നെ നീക്കുന്നതിന് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്നും സഭയിലെത്തില്ല. ജനങ്ങൾക്ക് അറിയാൻ അവകാശമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്, പക്ഷെ അതൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തീർച്ചയായും എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ തീർച്ചയായും PM കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കറിയാനുള്ള അവകാശം ഉള്ള നിയമമുള്ള ഒരു രാജ്യത്ത് അത് അറിയണ്ട എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് തീർച്ചയായും ദുരൂഹതകൾ ഒരുപാടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ലോക്സഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കും പ്രതിപക്ഷം ഇന്ന്? ബൽറാം. ഉന്മേഷ്, കഴിഞ്ഞ 8 ദിവസമായി ലോക്സഭ തടസ്സപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ ജനറൽ MM നർവാനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട സംസാരിക്കാൻ അവസരം നൽകണമെന്നായിരുന്നു ആവശ്യമെങ്കിൽ പിന്നീട് ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് സംസാരിക്കാൻ അവസരം നൽകണമെന്നാണ് രാഹുലിന് വേണ്ടി പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ അവസരം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്ന് എന്തായാലും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും ലോക്സഭയിൽ സംസാരിക്കുക. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രധാനമായും നേരത്തെ ഉന്നയിച്ച ഇന്ത്യ ചൈന സംഘർഷം കൂടാതെ ഇന്ത്യ US വ്യാപാര കരാർ എന്നീ വിഷയങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിക്കും. ഒപ്പം തന്നെയാണ് PM കെയറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല എന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഭാധ്യക്ഷന്മാർക്ക് നിർദ്ദേശം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷ വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഈ വിഷയവും സഭയിൽ ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകും. സഭയിൽ ഇന്ന് ലോക്സഭയിൽ ഈ ചർച്ചയ്ക്ക് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി പറയാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എങ്കിൽ ഇന്ന് തന്നെ ധനമന്ത്രിയുടെ മറുപടിയും ഉണ്ടായിരിക്കുമെന്ന് ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്ക് ഇന്ന് സഭാതലം സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ലോക്സഭയിൽ ഇന്ന് സ്പീക്കർ ഓം ബിർള എത്തില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന വ്യക്തമായ പശ്ചാത്തലത്തിൽ തന്നെ സഭയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. അത് ധാർമ്മികപരമായ ഒരു നീക്കമാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചത്. അദ്ദേഹത്തിനെതിരായ അവിശ്വാസ പ്രമേയം പരിഗണിക്കുന്നതുവരെ അദ്ദേഹം സഭാ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കും. ഈ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദം മാർച്ച് 9 ആരംഭിക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് എതിരായ അവിശ്വാസ പ്രമേയം ലോക്സഭ പരിഗണിക്കുക. എന്തായാലും ഈ പ്രമേയം പാസ്സാക്കണമെങ്കിൽ 272 അംഗങ്ങളുടെ പിന്തുണ പ്രതിപക്ഷത്തിന് ആവശ്യമാണ്. നിലവിൽ ഈ പ്രമേയ നീക്കത്തെ അല്ലെങ്കിൽ ഈ നോട്ടീസിൽ 118 അംഗങ്ങളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൽ തൃണമൂൽ കോൺഗ്രസും ഒപ്പം തന്നെ NCP അംഗങ്ങളും ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളതുമാണ് നിലവിലുള്ള സാഹചര്യം. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.